IT വികസനത്തിന്റെ മറവിൽ ഭൂമി കച്ചവടം ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് കടന്നുവന്ന ടീകോമിന്റെ മോഹങ്ങൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ടാണ് UDF ഭരണകാലത്ത് ഒപ്പിട്ട സ്മാർട്ട് സിറ്റി കരാർ VS അച്യുതാനന്ദൻ സർക്കാർ അടിമുടി തിരുത്തിയത്. കുറഞ്ഞ തുകയ്ക്ക് ഇൻഫോ പാർക്ക് അടക്കം ടീകോമിന് കൈമാറുന്നതും ഭൂമി വിൽപ്പനാ നീക്കം തടയുന്നതുമായിരുന്നു VSന്റെ കാലത്തെ കരാർ. ചെയർമാൻ സ്ഥാനമടക്കം സർക്കാർ പ്രതിനിധിയുടെ കയ്യിലേക്ക് വന്നതോടെ കണക്കുകൂട്ടലുകൾ പിഴച്ച ടീകോം പതിയെ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോവുകയും ചെയ്തു. സ്മാർട്ട് സിറ്റി പദ്ധതി LDF മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നാണ് UDFന്റെ ആരോപണം. UDF സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ട പദ്ധതി സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് LDF പറയുന്നു. 2004-ൽ UDF സർക്കാർ ടീകോമുമായി ഒപ്പിട്ട സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് അടിമുടി മാറ്റിയ രൂപമാണ് 2007-ൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒപ്പിടുന്നത്. 2004-ൽ ഉമ്മൻചാണ്ടി സർക്കാർ ടീകോമുമായി ചർച്ച നടത്തുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്ന് ആക്ഷേപമുയർന്ന പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. തുച്ഛമായ തുക നൽകി പ്രദേശവാസികളെ ഒഴിപ്പിക്കാനുള്ള നീക്കം പദ്ധതിയുടെ ഭാഗമായി നടന്നതോടെ പ്രദേശം സമരഭൂമിയായി. സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത 236 ഏക്കർ ഭൂമിക്ക് പുറമെ 63 ഏക്കർ ഭൂമിയും 1 ലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങളും അടങ്ങിയ ഇൻഫോ പാർക്ക് ടീകോമിന് കൈമാറുമെന്നായിരുന്നു UDF കാലത്തെ കരാർ. എന്നാൽ VS സർക്കാർ ഇൻഫോ പാർക്ക് കൈമാറ്റമെന്ന വ്യവസ്ഥ പൂർണ്ണമായും തള്ളി. 10 വർഷം കൊണ്ട് ഇൻഫോ പാർക്കിലടക്കം 33,000 തൊഴിലവസരങ്ങൾ എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാറെങ്കിൽ സ്മാർട്ട് സിറ്റിയിൽ മാത്രമായി 90,000 പേർക്ക് 10 വർഷത്തിനുള്ളിൽ തൊഴിൽ എന്ന വ്യവസ്ഥയാണ് LDF ടീകോമുമായി കരാറിലെത്തിയത്. 10 വർഷത്തിനകം 20 ലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ എന്നത് 80 ലക്ഷം ചതുരശ്ര അടി എന്നതിലേക്ക് ഉയർത്തി. ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം സ്മാർട്ട് സിറ്റിയിൽ സർക്കാരിന് 9% ഓഹരി പങ്കാളിത്തമെന്നത് ആദ്യഘട്ടത്തിൽ സർക്കാരിന് 16% ഓഹരിയും 5 വർഷത്തിനകം 26% ഓഹരിയും എന്നാക്കി വർദ്ധിപ്പിച്ചു. സ്മാർട്ട് സിറ്റി ചെയർമാൻ സ്ഥാനം സർക്കാർ പ്രതിനിധിക്കെന്ന വ്യവസ്ഥയും വെച്ചു. പദ്ധതി ആരംഭിക്കുന്ന എറണാകുളം ജില്ലയിൽ സർക്കാരിന്റെ കീഴിൽ ഒരു IT സ്ഥാപനവും പാടില്ലെന്ന വ്യവസ്ഥ റദ്ദാക്കി. ഡയറക്ടർ ബോർഡിൽ സർക്കാർ പ്രതിനിധികളുടെ എണ്ണം കൂട്ടി. സർക്കാരിന് കൂടുതൽ അവകാശം പദ്ധതിയിൽ നിലനിർത്തുന്നതായി VSന്റെ കാലത്ത് ടീകോമുമായുള്ള കരാർ. കൈമാറുന്ന ഭൂമിയിലെ 100 ഏക്കറിൽ വിൽപ്പനയ്ക്ക് ഉൾപ്പെടെ സ്വാതന്ത്ര്യാവകാശം ടീകോമിന് ലഭിക്കുന്നതായിരുന്നു ആദ്യ കരാർ. പക്ഷേ VSന്റെ കാലത്തെ കരാറോടെ ഭൂമി വിൽപ്പന അടക്കമുള്ള റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് പൂർണ്ണ തിരിച്ചടി നേരിട്ടതോടെ ടീകോം സാവധാനം പിൻവാങ്ങാൻ തുടങ്ങി. 13 വർഷത്തിന് ശേഷം കരാറിലെ വ്യവസ്ഥ നിറവേറ്റാതെ ടീകോം പൂർണ്ണമായും പിന്മാറുമ്പോൾ സ്മാർട്ട് സിറ്റി ലക്ഷ്യം വെച്ച തൊഴിലിനോടടുത്ത് ആളുകളാണ് ടെക്നോ പാർക്കിൽ മാത്രം തൊഴിലെടുക്കുന്നത്. തുച്ഛമായ പണം നൽകി കുടിയൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുമായിരുന്ന പ്രദേശവാസികൾക്ക് ഭേദപ്പെട്ടതും അക്കാലത്തേറ്റ് ഉയർന്നതുമായ തുക ഭൂമിക്ക് ലഭിക്കാനും ഇത് വഴിയൊരുക്കി. ഇൻഫോ പാർക്ക് നവീകരണത്തിനടക്കം സ്മാർട്ട് സിറ്റി ഭൂമി വിട്ടു നൽകുന്നതോടെ കേരളത്തിന്റെ IT വികസന കുതിപ്പെന്ന സ്വപ്നത്തിന് വേഗത കൂടുമെന്ന പ്രതീക്ഷയിലാണ് സംരംഭകരും പ്രൊഫഷണലുകളും. ന്യൂസ് മലയാളം, കൊച്ചി.